ജിൻഡോയുടെ ഗെയിമിനെ പറ്റിയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണെന്നല്ല, വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെ, കേരളത്തിലെ പ്രമുഖ യൂട്യൂബർമാർ അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജിൻഡോയുടെ ഗെയിമിനെ പറ്റിയിട്ടാണ്. ജിൻഡോയുടെ ഗെയിമിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു PR അല്ലെങ്കിൽ ഒരു ടോക്സിക് ഫാനോ ഒന്നുമല്ല. ഈ 6 വർഷമായിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. മലയാളം മാത്രമല്ല, ഈ തമിഴിൽ, ഹിന്ദിയിൽ ഒക്കെ നമ്മളും കാണുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു റിവ്യൂ എന്നുള്ള ഇതിലേക്ക് വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് നമ്മൾ എല്ലാവരുടെയും ഗെയിമും കാര്യങ്ങളും ഒക്കെ നോക്കിയും കണ്ട് വിലയിരുത്തിക്കൊണ്ടിരുന്നവരൊക്കെ തന്നെയാണ്. ആ ഒരു അറിവിലും ഇപ്പോൾ കാണുന്ന നമ്മുടെ ബിഗ് ബോസും ഇത് വെച്ച് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ ഒരു പേഴ്സണലി എനിക്കൊരു ഒരാളോടും ഒരു ഫാൻ ബേസ് ആ ഒരു രീതിയിലൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ നല്ല ഗെയിമേഴ്സിനെ എപ്പോഴും നമ്മൾ അംഗീകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ശരിയായ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അംഗീകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ജിൻഡോ നല്ലൊരു ഗെയിമറാണ്. അങ്ങനെയുള്ള ഗെയിമേഴ്സിനെ കാണാനും അവരുടെ ഗെയിമുകൾ കാണാനും അവരുടെ സ്ട്രാറ്റജികൾ കാണാനും അവരുടെ മൈൻഡ് ഗെയിം, അവരുടെ മൂവ്മെൻറ്റുകൾ കാണാനും ഒക്കെയാണ് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ കാണുന്നത്. ഈ ബിഗ് ബോസ് ഷോ ആദ്യ സീസൺ തൊട്ട് ഇന്ന് ഈ സീസൺ വരെ ഗെയിം കളിക്കുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത്. അവരുടെ മൈൻഡ് ഗെയിം എന്താണ്, അവരുടെ ഗെയിമിംഗ് സ്ട്രാറ്റജീസ് എന്താണ്, അതൊക്കെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സീസണിൽ ജിൻഡോയുടെ കാര്യവും. പ്രേക്ഷകരൊന്നടങ്കം ജിൻഡോയുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂട്ടാക്രമണം നടത്തുമ്പോൾ അയ്യോ പാവം കുഞ്ഞാട് ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള രീതിയിലോ അല്ല പ്രേക്ഷകരൊന്നടങ്കം ജിൻഡോയെ ഇഷ്ടപ്പെടുന്നതും ജിൻഡോയ്ക്ക് ഫാൻസ് കൂടുന്നതും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ജിൻഡോ എന്ന ഗെയിമറിനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്നത്. നല്ല ഗെയിമേഴ്സിനെ കാണാനാണ് ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഗെയിമറായിട്ട് അയാൾ വരുമ്പോൾ നമ്മൾ അയാളെ അംഗീകരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജിയാണത്. മറ്റുള്ളവരെ ആദ്യം എന്തെങ്കിലും ഒരു ഇതിട്ട് കൊടുക്കുക, അതിൽ നിന്ന് കയറി ബാക്കിയുള്ള എല്ലാവരും കൂടി ജിൻഡോയെ ആക്രമിക്കുക. ആ ആക്രമണത്തിൽ നിന്ന് ജിൻഡോ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ പ്രേക്ഷകരിലേക്കൊരു ജിൻഡോ ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ ജിൻഡോയെ ആക്രമിക്കുന്നു, ആ ഒരു രീതി വളർത്തിയെടുക്കുക. ഇവിടെ ജിൻഡോ കാണിക്കുന്ന സ്ട്രാറ്റജി, ജിൻഡോ എടുക്കുന്ന ഗെയിമിൽ, ജിൻഡോ എടുക്കുന്ന പ്ലാനിൽ ജിൻഡോ 100% വിജയിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കളിക്കുക എന്നുള്ളതാണ് എതിരെ നിൽക്കുന്ന ഗെയിമേഴ്സിൻ്റെ ഉത്തരവാദിത്വം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതെ അവർ പ്രവർത്തിക്കുന്നതിന് ഒരിക്കലും ആ ഒരു വ്യക്തിയോട്, ആ ഒരു വ്യക്തിയുടെ സ്ട്രാറ്റജിയോട് നമ്മൾക്ക് റെസ്പെക്റ്റ് തോന്നുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ബേസിൽ ഫാൻസ് കൂടുന്നതിന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കൂടെ നിൽക്കുന്ന ഗെയിമേഴ്സ് അത് മനസ്സിലാക്കി അത് പൊളിച്ചു കൊടുക്കണം. എങ്കിൽ അവരോട് നമുക്ക് ഫാൻസ് കൂടും. മലയാളി പ്രേക്ഷകർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് ഗെയിമേഴ്സാണോ നന്നായിട്ട് കളിക്കുന്നത് അവരെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കി കളിക്കാൻ പറ്റുന്ന ഒരാളും അതിനകത്തില്ല. അങ്ങനെ ഒരാൾ കളിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയോട് എല്ലാവർക്കും ഒരു ഇത് പോകും. ഇവിടെ റസ്മിൻ്റെയും ഗബ്രിയുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ജിൻഡോ തൻ്റെ സ്ട്രാറ്റജി എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ കാരണത്തെ കയറി പിടിച്ച് ഇവർ ട്രിഗറായി അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ പോലും ആ ഒരു സമയത്ത് ഇവരുപയോഗിക്കുന്ന വാക്കുകൾ, ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ ഒക്കെ തന്നെ വളരെയധികം മോശമായ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നടന്ന വഴക്കുകളിൽ സെക്ഷൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വെറുതെ ഗബ്രി ആരോപണം ഉന്നയിക്കുന്നത്. അത് രണ്ട് വ്യക്തികളുടെയും ജീവിതത്തെ, പുറത്തുള്ള ജീവിതത്തെ ബാധിക്കുന്ന കാര്യം കൂടിയാണ്. അത്തരം കാർഡുകളൊക്കെ എന്തിനാണ് എടുക്കുന്നത്? വുമൺ കാർഡ്, മാൻ കാർഡ്, അങ്ങനെ തൊട്ടത്തിനും പിടിച്ചതിനും ഒക്കെ കയറിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാനാണെങ്കിൽ പിന്നെ എന്താണ് ഇതൊക്കെ? ബിഗ് ബോസ് ഷോയെ തന്നെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. ജിൻഡോ ഒരു സ്ട്രാറ്റജി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഒരു ചെറിയ കാര്യം ഇട്ട് കൊടുത്ത് ആ ഒരു കാര്യത്തെ പിടിച്ച് ബാക്കി എല്ലാവരും ജിൻഡോയ്ക്ക് നേരെ വരുമ്പോൾ ജിൻഡോയ്ക്ക് അവിടെ ഒറ്റപ്പെടൽ കിട്ടുന്നു, സ്ട്രാറ്റജി ആവുന്നു. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ നിന്ന് ആൾക്ക് ഫാൻ ബേസ് പുറത്ത് കൂടുന്നു. ശരിയാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ അവിടെ ആ 13 പേരിൽ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ഒരാൾക്കെങ്കിലും അത് സാധിക്കുന്നുണ്ടോ? അതിൽ ഒരാളെങ്കിലും ഇത് മനസ്സിലാക്കി ഈ പ്ലാൻ പൊളിക്കുകയാണെങ്കിൽ അന്ന് മലയാളി പ്രേക്ഷകർ ആ ആളോടൊപ്പം നിൽക്കും. ഇതിനെ വെറുതെ ടോക്സിക് ഫാൻസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നോർമലി കണ്ടു വരുമ്പോൾ ഈ ഒരു സീസണിനെ പിടിച്ചു നിർത്തുന്നത് ഈ വലിയ വലിയ പ്ലെയേഴ്സ്, അത്യാവശ്യം കളിക്കുന്ന പ്ലെയേഴ്സ് ഒക്കെ പോയപ്പോഴും ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയോട് എല്ലാവർക്കും ഒരു ഫാൻ ബേസ് തോന്നുന്നത്. ഇവിടെ ജിൻഡോയുടെ ഭാഗത്തു നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട്. റസ്മിൻ്റെ ഏരിയയെ പറ്റി പറഞ്ഞു. ശരിയാണ്, ഒരു ഏരിയയെ പറ്റി പറയാൻ പാടില്ല. പക്ഷേ റസ്മിൻ അവിടെ കാണിച്ചത് എന്താണ്? തൻ്റെ ഏരിയയെ പറ്റി പറഞ്ഞെങ്കിൽ അതെന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യത്തിന് 100% ശരിയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ അവിടെ കാണിച്ചത്. അത് ജിൻഡോയുടെ ഒരു ഗെയിമാണെന്നോ അല്ലെങ്കിൽ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി ആണെന്നോ മനസ്സിലാക്കി എന്തുകൊണ്ട് റസ്മിന് അവിടെ പിടിച്ചു നിന്ന് കളിക്കാൻ കഴിഞ്ഞില്ല? പിന്നീടുള്ള ഗെയിമുകളിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ആ ഒരു കാര്യത്തെ നേരിടാമായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഒരു അൺവാണ്ടഡ് കാര്യങ്ങൾ അവിടെ കാണിച്ച് വെറുതെ ആ പറഞ്ഞ കാര്യത്തെ 100% ശരി വെക്കുന്നത് പോലെ ആയിപ്പോയില്ലേ റസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ്?
അതിൽ നിന്നും ജിൻഡോ എന്ന വ്യക്തി ജയിച്ചു. ആ വ്യക്തിയുടെ ഗെയിം ജയിച്ചു. ആ വ്യക്തിയുടെ സ്ട്രാറ്റജി ജയിച്ചു. അപ്പോൾ ബിഗ് ബോസ് ഷോ കാണുന്ന ഓരോ പ്രേക്ഷകരും അങ്ങനെ ചിന്തിക്കുന്നവർ ആ ആളുടെ ഗെയിമിനെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ ഗെയിം എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാലും ആ ഒരു ഇതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അവർ ആ 14 പേര് മാത്രമേ ഉള്ളൂ. അവർ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അവർക്ക് പുറത്തുനിന്ന് യാതൊന്നുമില്ല. എത്ര കാലം അവർക്കങ്ങനെ നിന്ന് പോകാൻ പറ്റും? ഓരോ ദിവസം കൂടുന്തോറും തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള വൈരാഗ്യങ്ങൾ, പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഓരോ ദിവസം കൂടി മുറുകിക്കൊണ്ടിരിക്കുമ്പം എങ്ങനെ പോയാലും അവനവൻ്റെ സ്വയം സ്വഭാവം പുറത്ത് വന്നിരിക്കും. അത് ഉറപ്പായിട്ടും വരും. അത് വന്നു പോകും. ഒരിക്കലും നമുക്ക് അങ്ങനെയൊന്നും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു പക്ഷേ അത് പറ്റില്ല. എത്രയൊക്കെ പ്ലാൻ ചെയ്ത് എത്രയൊക്കെ സ്ട്രാറ്റജി കളിച്ച് പോയെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ അതൊന്നും അവിടെ വർക്കൗട്ട് ആവണമെന്ന് നടക്കില്ല. ചിലപ്പം അവരുടെ യഥാർത്ഥമായ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ ചിന്തിച്ചും കണ്ടുമൊക്കെ ചില ഗെയിമിൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കാം. നമ്മളങ്ങനെ 100% ഒരാൾ ഗെയിം സ്ട്രാറ്റജി മാത്രമാണ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കളിക്കുകയാണ് അങ്ങനെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ 10-14 പേര് കുറേ ദിവസത്തേക്ക് അവർ മാത്രമായ ലോകത്തിനുള്ളിൽ ഒരാളെ ഒറ്റപ്പെടുത്തിയാൽ അയാൾക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ കരയുന്നതൊന്നും ഒരിക്കലും സ്ട്രാറ്റജിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഈ ഒരു സീസണിന് ഒരു വിന്നിങ് മെറ്റീരിയൽ ഉള്ള ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന ജിൻഡോ പോലും ഒരു വിന്നിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അയാളുടെ സ്ട്രാറ്റജിയിൽ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് വീഴുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമറാണ് ജിൻഡോ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വൈറ്റ് കാർഡിന് വിന്നിങ് ചാൻസ് വളരെയേറെ കൂടുതലാണ്. നല്ലൊരു വൈറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റിപ്പിടിക്കാം എന്നീ പറയുന്നത് ചിലപ്പോൾ ഈ സീസണിൽ നടന്നെന്നിരിക്കും. വൈറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കാർഡ് കളിച്ച് വൈറ്റ് കാർഡിന് സുഖമായിട്ട് കപ്പ് കൊണ്ടുപോകാൻ എളുപ്പമാണ്. എന്നാൽ ഈ വൈറ്റ് കാർഡിനോടും ജിൻഡോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, ഇതേ ഫാൻ ബേസ് പുറത്തുണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ തന്നെ ഓഫ് കോഴ്സ് കപ്പെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി സിജോയുടെ റീഎൻട്രി ഉണ്ടെങ്കിൽ 100% കപ്പെടുക്കാനുള്ള ചാൻസ് സിജോയ്ക്കുണ്ട്. പിന്നെ പുതിയൊരു വൈറ്റ് കാർഡ് വരുന്നത് വരെ ജിൻഡോ പോയി കഴിഞ്ഞാൽ അവിടെ ഒരാളും കളിക്കാനുണ്ടാവില്ല എന്നുള്ളത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ 2-3 ദിവസങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കുറേയൊക്കെ സപ്പോർട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ജിൻഡോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള കണ്ടസ്റ്റൻസി പകുതി പേർക്കും ബിഗ് ബോസ് ഷോ എന്താണെന്നും അതിലെങ്ങനെയാണ് കളിക്കേണ്ടതെന്നും അതിൻ്റെ ആ ഒരു രീതി എന്താണെന്നും ഇതുവരെ മനസ്സിലാകാത്തവരും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ ജിൻഡോയുടെ സ്ട്രാറ്റജി മനസ്സിലാവും. ജിൻഡോയ്ക്ക് ഒപ്പം നിൽക്കാൻ പറ്റും. നന്നായിട്ട് കളിക്കാൻ പറ്റും. അതിന് പകരം അവിടെയുള്ളതിനൊന്നും ആ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ കഴിയാതെ തിരിച്ച് കളിക്കാനും പറ്റുന്നില്ല. പുറത്ത് ജിൻഡോയ്ക്ക് ഫാൻ ബേസ് കൂടുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെയുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടോ മത്സരിച്ചിട്ടോ കാര്യവും ഇല്ല. ഞാനിതൊക്കെ പറയുമ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഇനി ഞാനൊരു PR ടോക്സിക് ഫാനോ ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളിത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടേതായ വ്യൂ ഓഫ് പോയിന്റിൽ നോക്കി കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു തേങ്ങ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യരൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണുള്ളത്. അപ്പോൾ ഒരു തേങ്ങ കൊണ്ട് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ 10 പേരെ നിർത്തി അഭിപ്രായം പറഞ്ഞാൽ പലർക്കും 10 പേർക്കും 10 അഭിപ്രായമായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ നോക്കിക്കാണുന്ന നമുക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് നമുക്കറിയില്ല. എങ്കിലും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എങ്ങനെ നോക്കിയാലും പോയാലും ഇപ്പോൾ അവിടെ ഗെയിം കളിക്കുന്നത് ജിൻഡോ മാത്രമാണ്. അത് തൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ളവരെ കൂടി ഇൻവോൾവ് ചെയ്യിച്ച് ഗെയിം കളിച്ച് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കി തരുന്നത് ജിൻഡോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയെ അംഗീകരിക്കാനേ നമുക്ക് കഴിയൂ. ഏതായാലും പുതിയ അപ്ഡേഷനും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.